ചേട്ടാ, എന്താണ് ഇവിടെ സ്ഥിരമായി ആനയുടെ സാന്നിധ്യവും? ഇവിടെ സ്ഥിരമായിട്ട് ആനയുടെ സാന്നിധ്യമുള്ള ഏരിയയാണിത്. കാരണം ഇവിടെ ആന തന്നെയല്ല, കാട്ടുപോത്തുണ്ട്, അതുപോലെ തന്നെ ബ്ലാവുണ്ട്, കാട്ടുപോത്ത്, പിന്നെ പുലി, കടുവ എന്നിവയുള്ള എല്ലാ വന്യമൃഗങ്ങളും ഉള്ള ഒരു മേഖലയാണ്. വനവുമായിട്ടിത് നോക്കിക്കേ, 100 മീറ്റർ പോലും ദൂരമില്ല. ഇത് ശബരിമല ഉൾവനമാണിത്. ഇവിടെയുള്ള മൃഗങ്ങൾ മുഴുവനും ഈ കേട്ടില്ല. അതുകൊണ്ട് ഈ തെങ്ങ് എടുത്ത് ആ വീടിൻ്റെ വിറ്റത്താണ്, ഈ 2 വീടിൻ്റെയും വിറ്റത്ത് നിന്നാണ് ആ തെങ്ങ് എടുത്തത്. ആ പാവം പിടിച്ചവൻ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞപ്പോൾ അവൻ ഓടിയതായിരിക്കാം ഇങ്ങോട്ട് ഓടിയത്. അങ്ങനെയാണ് അവനെ അവിടുന്ന് പിടിച്ചെടുത്ത് നിലത്തടിച്ച് കൊന്നു കളഞ്ഞത്. കാരണം ഈ ഏരിയയിൽ ഇനി അവൻ മാത്രമേ നല്ലൊരു ചെറുപ്പക്കാരനായിട്ടുള്ളായിരുന്നു ഈ മലഭാഗത്ത്. ബാക്കിയുള്ളവരെല്ലാം കുടിയിറങ്ങിപ്പോയി. ഈ വനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഇതിനെ വകുപ്പിൻ്റെ ഭാഗത്ത് അവരിതിലെ വരുന്നു, കണ്ടു, കേട്ടുപോയി. ഇന്നും അവർ വന്നു കണ്ടു. ഞങ്ങൾ തടഞ്ഞുകൊണ്ടാണ് അവരവിടെ നിന്നത്. ഇല്ലായിരുന്നെങ്കിൽ അവർ വന്നു കണ്ടു കേട്ടങ്ങ് പോവുകയുള്ളായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഞങ്ങളുടെ ആവശ്യമെന്ന് പറയപ്പെടുന്നത്, ആനയെ പിടിക്കാനായിട്ട് പോർഷുകാരോട് പറഞ്ഞാൽ ആനയെ പിടിക്കത്തില്ല. എന്നാൽ അങ്ങനെയല്ല, ഇവിടെ ഒരു ഫെൻസിങ് കൊടുത്താൽ ഞങ്ങളുടെ നാട്ടിലുള്ള സകല കാട്ടുമൃഗങ്ങളെ അവിടെ കൊണ്ട് തടയുകയും മനുഷ്യൻ്റെ പാർപ്പിടങ്ങളിൽ താമസിക്കുകയും അതിൻ്റെ പാർപ്പിടത്തിൽ താമസിക്കുകയും ചെയ്യാം. ഇല്ലാതെ ഞങ്ങളെ കൊണ്ട് പ്രകൃതി ഞങ്ങൾ ദോഷം ചെയ്യാൻ ഒരുങ്ങിയാൽ പോർഷുകാരെന്നല്ല ആര് നോക്കിയാലും അതിനെ തടയാനൊക്കാതെ വരും. തീർച്ചയായും പ്രതികരിക്കും ഞങ്ങൾ. കടുത്ത പ്രതിഷേധത്തിലാണ് നാട്ടുകാർ. ഇവിടെ ജീവന് സംരക്ഷണം നൽകുവാനുള്ള ചുമതലയുള്ള വനം വകുപ്പ് അതിന് തയ്യാറാകുന്നില്ല എന്ന ആരോപണം തന്നെയാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. ഫെൻസിംഗ് അടക്കമുള്ള സ്ഥിരമായ വന്യജീവി ആക്രമണങ്ങളിൽ തടയുവാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് ഈ പ്രദേശത്തെ ജനജീവിതം സാധ്യമാക്കുന്ന നിലയിലോട്ടുള്ള ഇടപെടൽ നടത്തണമെന്ന ആവശ്യമാണ് ഉണ്ടാകുന്നത്. ഇന്നലെ ഈ രാത്രി ബിജു മരണപ്പെട്ടപ്പോൾ തന്നെ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. മൃതദേഹം വിട്ടു നൽകുവാൻ നാട്ടുകാർ തയ്യാറില്ല. വനം വകുപ്പും പോലീസും അടക്കം ഇവിടെ തമ്പടിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ജില്ലാ കളക്ടർ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരെത്തി തങ്ങളുടെ ആവശ്യങ്ങൾ പരിഹരിച്ചാൽ മാത്രമേ ഈ മൃതദേഹം വിട്ടു നൽകാൻ തയ്യാറാവുകയുള്ളൂ എന്ന ഒരു ആവശ്യമായിരുന്നു ഉന്നയിച്ചിരുന്നത്. തുടർന്ന് സബ് കളക്ടർ എത്തുകയും ഇവരുമായി സംസാരിക്കുകയും ബിജുവിൻ്റെ മൃതദേഹം ഇവിടെ നിന്ന് മാറ്റുകയും ചെയ്തു. ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിലേക്കാണ് ബിജുവിൻ്റെ മൃതദേഹം മാറ്റിയിട്ടുള്ളത്. ഈ പ്രദേശം ഈ എരുമേലിക്ക് സമീപം ശബരിമല കാടുകൾക്ക് സമീപമുള്ള പ്രദേശമാണ്. ഈ നിൽക്കുന്ന ഒരു മലയാണ്, മലമുകളാണ് ഈ ബിജുവിൻ്റെ വീടിരിക്കുന്നത്. PRS മല എന്നാണ് അറിയപ്പെടുന്നത്. നിരന്തരം കാട്ടാനയും പുലിയും കടുവയും അടക്കമുള്ള വന്യജീവികളുടെ ആക്രമണം ഉണ്ടാകുന്ന പ്രദേശമാണ്. ഈ ആക്രമണങ്ങളോടെല്ലാം മുന്നിട്ടുകൊണ്ട് കൃഷി ചെയ്ത് ജീവിക്കുന്ന ഒരു ജനതയാണ് ഇവിടെ ഉള്ളത്. തെങ്ങ്, കവുങ്ങ്, കൊക്ക, വാഴ അടക്കമുള്ള കൃഷി ചെയ്തുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യരാണ്. അവരുടെ കൃഷി നശിപ്പിക്കുവാനായി എത്തുകയാണ് വന്യമൃഗങ്ങൾ. അതിനുവേണ്ടി സ്വത്തിനും ജീവനും സംരക്ഷണം നൽകാൻ ചുമതലയുള്ള വനം വകുപ്പ് അടക്കമുള്ളവർ ഇതിൽ കൃത്യമായൊരു ഇടപെടൽ നടത്തുന്നില്ല എന്ന വിമർശനം തന്നെയാണ് ഇവർ ഉന്നയിക്കുന്നത്. ചേട്ടാ, എന്താണ് വനം വകുപ്പ് എന്തുകൊണ്ടാണ് ഇതിൽ നിന്ന് ഇങ്ങനെ മാറി നിൽക്കുന്നത്? സ്ഥിരമായി ആക്രമണം ഉണ്ടാകുന്ന ഒരു നാടായിട്ടും വനം വകുപ്പുകാർക്ക് അതിൻ്റെതായ ഒരു ഇത് കാണിക്കുന്നില്ല. അതാണ് ഇന്നാണെന്ന് പറഞ്ഞാൽ ഉന്നയിച്ചതാണ്, പ്രതികരിച്ചിട്ടുള്ള പല പ്രാവശ്യം. കഴിഞ്ഞ ആഴ്ച അവിടെ പിന്നെ വട്ടപ്പാറ മലയുടെ മുകളിൽ നിന്ന് ഒരു രാവിലെ റബ്ബർ വെട്ടാൻ പോയ ഒരു വ്യക്തി കടുവായെ കണ്ട് പേടിച്ച് ഓടിയിട്ട് ഒരാഴ്ചയോളം പനിച്ചു കിടന്നു. എൻ്റെ വീടാണ് നേരെ അടിവശത്താണ്, അവിടെ വനത്തിൻ്റെ ബോർഡറാണ്. അവിടെ എന്നും ആന വരും, എന്നും. പിന്നെ അവിടെ സ്ഥിരം ആന വന്ന് കഴിഞ്ഞ ദിവസം റോഡിൽ കൊണ്ടിട്ടൊരു കാറിൻ്റെ നേരെ ആന വന്നിട്ട് ആ കാറ് പേടിച്ച് എന്നെ മിറ്റത്ത് കയറ്റിയിട്ട്. അതുപോലെ സ്ഥിരം ആന ശല്യം. ഇവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു തരത്തിൽ ഞങ്ങൾക്ക് അനുകൂലമായ സാഹചര്യമില്ല. അതുകൊണ്ട് ഇലക്ട്രിക് ലൈറ്റ് പോസ്റ്റ് ഉണ്ട്, ഒറ്റ ബൾബ് പോലും കത്തത്തില്ല. അവർ വർഷത്തിലൊരിക്കൽ അവർ എഗ്രിമെൻറ്റിൻ്റെ സമയത്ത് അവർ ഒന്നൊരു ബൾബ് ഇട്ടിട്ട് പോകും. അവർ പോകുന്നതിൻ്റെ പിറ്റേ ആഴ്ച അത് പോകും. പിന്നെ ബൾബില്ല. ഞങ്ങളെല്ലാം ഏത് സമയത്ത് ഇരുട്ടിലായിരിക്കുന്നത്. ഒരു പട്ടം പോലും വെട്ടാനും പറ്റുമല്ല. ഒരു തന്ത ഉണ്ടാക്കിയ രീതി ഞങ്ങളുടെ അന്തമാരി കഷ്ടപ്പെട്ട സ്ഥലമാണ്. തീർച്ചയായും ഈ വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് സ്വയം സംരക്ഷണം ഒരുക്കേണ്ട ഒരു സാഹചര്യം ഇവിടുത്തെ ജനങ്ങൾക്കുണ്ട്. അത്തരത്തിലുള്ള ഇടപെടലാണ് ഇന്നലെ രാത്രി ബിജു നടത്തിയത്. ആന ഈ മലയുടെ ചുറ്റും സഞ്ചരിച്ച് കൃഷി നശിപ്പിച്ചുകൊണ്ടിരിക്കെ അതിൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് രാത്രി ഉറങ്ങിക്കിടന്ന ബിജു ഈ ആനയെ ഓടിക്കാനായി പുറത്തെത്തുകയും ലൈറ്റ് അടിച്ച് ഓടിക്കാനുള്ള ശ്രമത്തിനിടയിൽ ആന കയ്യിൽ പിടിച്ച് നിലത്തടിച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു. ഞങ്ങളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്താണ് ബിജുവിൻ്റെ മൃതദേഹം കണ്ടത്. രാത്രി 1:30 ബിജുവിനെ കൊല്ലപ്പെട്ട നിലയിൽ നാട്ടുകാർ കണ്ടെത്തുകയായിരുന്നു. ഏതായാലും വലിയ ദാരുണ സംഭവമാണ്. നിരന്തരം ആനയുടെയും മറ്റു വന്യമൃഗങ്ങളുടെയും സാന്നിധ്യം ഉണ്ടാകുന്ന ഈ പ്രദേശത്ത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുവാനുള്ള ഇടപെടൽ അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ തന്നെയാണ് ആ സ്ഥലങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്നത്. കാരണം ഇടയ്ക്കിടെ കാട്ടാന ശല്യം ഉണ്ടാകുന്ന, വന്യമൃഗ ശല്യം ഉണ്ടാകുന്ന ഒരു പ്രദേശമാണ്. അവിടെ ഇതുവരെ ഫെൻസിംഗ് അടക്കമുള്ള സംവിധാനങ്ങളൊന്നും, പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കാനൊന്നും വനംവകുപ്പ് തയ്യാറായിട്ടില്ല എന്നതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധം ഉയരുകയാണ്.
ബിജുവിന്റെ മൃതദേഹം ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ്. നാട്ടുകാർ പറയുന്നത് ഇനിയും ഇത്തരം അവസ്ഥകൾ ആവർത്തിക്കുകയാണെങ്കിൽ പലരും ആ സ്ഥലം വിട്ടുപോയി. പക്ഷേ ഇപ്പോൾ ബിജു അടക്കം കുറച്ച് ആളുകളാണ് അവിടെ താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങൾക്കും ഒരു സഹായിയായിരുന്ന ബിജുവിന്റെ മരണത്തിൽ വലിയ പ്രതിഷേധമാണ് നാട്ടുകാരിൽ നിന്ന് ഉയരുന്നത്. ആഷിഖാണ് വിവരങ്ങൾ നൽകിയത്.